വികാരങ്ങൾ കുറയുമ്പോഴാണ് ഇച്ഛാശക്തി വർദ്ധിക്കുന്നത്. അതിന് മെസ്മറിസത്തിൽ നമ്മൾ ചെയ്യുന്ന ധ്യാനമുറകളുണ്ട്. ആ ധ്യാനമുറകളിൽ കൂടിയാണ് നമ്മൾ മെസ്മറിസത്തെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഗീത പോലെയുള്ള തത്വങ്ങളിൽ കൂടിയുള്ള ആത്മീയമായിട്ടുള്ള ആചാരമായിട്ട് ഉപാസന എന്ന് പറഞ്ഞ മെത്തേഡിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് മെസ്മറിസം പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കൂ. ഡോക്ടർ തുഷാർ, ഈ മെസ്മറിസം ആത്മീയതയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് വിശദീകരിച്ച് തരാമോ? മെസ്മറിസം ആ വേർഡ് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഇല്ലേ? ഇപ്പൊ മെസ്മറിസം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ മലയാളീകരിച്ചു കഴിഞ്ഞാൽ അതിനെ മാസ്മരികത എന്ന് പറയും. ഓക്കെ, സാധാരണയായിട്ട് ഹിപ്നോട്ടിസത്തില് നമ്മൾ വേർബൽ ഹിപ്നോസിസ് എന്ന് പറയും. ഒരു വ്യക്തിയെ നമ്മുടെ സജഷൻ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ നിർദ്ദേശത്തെ ഉപയോഗിച്ചുകൊണ്ട്, നിർദ്ദേശത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യും. എന്നാൽ മെസ്മറിസത്തിൽ നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ഇറ്റ്സ് എ നോൺ വെർബൽ ഹിപ്നോസിസ് എന്ന് പറയും. ഒരു ശബ്ദവുമില്ലാതെ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന ഒരു മെത്തേഡാണ് മെസ്മറിസം. അപ്പൊ മെസ്മർ എന്ന് പറയുന്ന ഒരു ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു മെഡിക്കൽ ഡോക്ടറാണ് അതിന്റെ ഉപജ്ഞാതാവ്. പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം അത് മാറി മാറി ഒരുപാട് ഘടകങ്ങളായിട്ട് വന്നെങ്കിലും പലപ്പോഴും മെസ്മറിസത്തിന്റെ ഒരു കപട ശാസ്ത്രമായിട്ടാണ്, ഒരു സ്യൂഡോ സയൻസ് ആയിട്ടാണ് ആളുകൾ പ്രചരിപ്പിക്കുന്നത്. പക്ഷെ മെസ്മറിസത്തിന്റെ ഒരു ശാസ്ത്രീയ വശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സോൾ, സുപ്രീം സോൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലാണ് അത് വർക്ക്ഔട്ട് ആവുന്നത്. ആ സോളിനെയും സുപ്രീം സോളിനെയും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മെസ്മറിസത്തിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സാധാരണയായിട്ട് നമ്മളുടെ കൗൺസിലിംഗ് സെന്ററിൽ വന്നിരിക്കുന്ന പല കേസുകളുടെയും അതിന്റെ പഠനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വളരെ ശാസ്ത്രീയമായിട്ട് മെസ്മറിസത്തെ കുറിച്ച് പറയുന്നത്. മെസ്മറിന്റെ സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഈ മാഗ്നറ്റിക് പവർ പുറത്തേക്ക് പോകുന്നത് രണ്ട് മീഡിയകളിൽ കൂടിയാണ്. ഒന്ന് നമ്മുടെ കണ്ണുകളിൽ കൂടിയും രണ്ട് നമ്മുടെ കൈവിരലുകളിൽ കൂടിയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മെസ്മറിസത്തിൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഗെയ്സിംഗ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ഗെയ്സിംഗ് എന്ന വാക്ക്? തുറിച്ചു നോക്കുക. ഗെയ്സിംഗ് എന്ന് പറഞ്ഞാൽ തുറിച്ചുനോട്ടം അല്ലെങ്കിൽ സൂക്ഷ്മ ദൃഷ്ടി പ്രയോഗം എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് ചില ത്രാടന മുറകളൊക്കെ ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കണ്ണിന്റെ ശക്തി കൂട്ടിയിട്ട് നമ്മളിൽ എനർജിയെ പാസ് ചെയ്യുക എന്നുള്ളൊരു പഠനമാണത്. രണ്ടാമത്തത് കൈവിരൽ തുമ്പുകളിൽ കൂടി നമ്മുടെ എനർജി പാസ് ചെയ്യും. അത് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈവൻ നമ്മുടെ കൈവിരൽ തുമ്പ് കൊണ്ട് നമ്മുടെ ഈ നെറ്റിയുടെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? അവിടെ ഒരു ഇറിറ്റേഷൻ വരും, ഒരു വൈബ്രേഷൻ വരും അല്ലേ? നമ്മളൊരു പേന എടുത്തിട്ട് അങ്ങനെ ചെയ്തു നോക്കിയേ, വൈബ്രേഷൻ കിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കൈവിരലുകളിൽ തുമ്പുകളിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഹിപ്നോട്ടിക് ശക്തി പുറത്തേക്ക് പോകുന്നത് എന്നാണ് മെസ്മറുടെ തിയറി. അപ്പൊ ഇത് പുറത്തേക്ക് പോകണമെങ്കിൽ ശക്തി ഉണ്ടാക്കിയെടുക്കണം നമ്മൾ ഇല്ലേ? ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ഈ സോൾ എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ടെങ്കിലും ഈ എനർജിയെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൊബൈൽ ഫോൺ എങ്ങനെയാണോ റീചാർജ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ട് ഇരിക്കണം. അപ്പൊ മെസ്മറിസത്തിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ശക്തി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജ്ഞാനശക്തി, കർമ്മശക്തി, ഇച്ഛാശക്തി. ഇതിൽ ഇച്ഛാശക്തിയാണ്. നമ്മുടെ ഇച്ഛാശക്തി എത്രമാത്രം വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മെസ്മറൈസ് ചെയ്യാനുള്ള കഴിവ് കൂട്ടാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഇച്ഛാശക്തി കൂട്ടുക? എന്താ ഇച്ഛാശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ദിവസം ഞാൻ പ്രതിജ്ഞ എടുക്കുകയാണ്, ഇനി തൊട്ട് ഞാൻ നോൺ വെജ് കഴിക്കില്ല. അപ്പൊ എന്റെ ഇച്ഛാശക്തി എനിക്കുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുള്ളൂ? ഈ നോൺ വെജ് മുന്നിൽ കൊണ്ടുവച്ചാലും കഴിക്കാതിരിക്കാൻ സാധിക്കുള്ളൂ ഇല്ലേ? അപ്പൊ എന്റെ ഇച്ഛാശക്തി മൂലം ഞാൻ കുറെ ദിവസം പിടിച്ചു നിന്നു, ഞാൻ ഈ നോൺ വെജ് കഴിച്ചില്ല. എന്നേക്കാൾ ഇച്ഛാശക്തി കൂടി ഒരാൾ അവിടെ വന്നു, എൻ്റെ ഒരു സുഹൃത്താണെന്ന് വെച്ചോ, അയാൾക്ക് എന്നേക്കാൾ ഇച്ഛാശക്തി ഉണ്ട്. ആ ഇച്ഛാശക്തിയുള്ള അവിടെ വരുമ്പോൾ അയാൾ പറയാണ് ഇത് കഴിക്കുമോനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അയാളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ നമ്മൾ എന്ത് സംഭവിക്കും? നമ്മൾ തളർന്നു പോകും ഇല്ലേ? അപ്പൊ സാധാരണയായിട്ട് ഇച്ഛാശക്തി കൂടിയ ഒരാളുടെ അടുത്ത് ഇച്ഛാശക്തി കുറഞ്ഞ ആളുടെ ക്രിയകളെല്ലാം അവിടെ നിൽക്കും ഇല്ലേ? അപ്പൊ മെസ്മറിസത്തിൽ യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആരെയാണോ മെസ്മറൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയേക്കാൾ നമുക്ക് എന്തുണ്ടാവണം? ഇച്ഛാശക്തി ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ മാത്രമേ അയാളെ നമുക്കൊരു ട്രാൻസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക്, ഹിപ്നോസിസിൽ ട്രാൻസ് എന്ന് പറയാം നമ്മൾ, അതായത് അർദ്ധമയക്കം അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ താൽക്കാലികമായിട്ട് മാറ്റി വെച്ചിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കലാണ് യഥാർത്ഥത്തിൽ ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മുടെ ഇച്ഛാശക്തി കൂടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സൂക്ഷ്മ ദൃഷ്ടി പ്രയോഗത്തിൽ കൂടി തന്നെ അല്ലെങ്കിൽ നമ്മുടെ കൈവിരൽ തുമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പാസ് എന്ന് പറഞ്ഞൊരു പ്രക്രിയ ഉണ്ട്. ആ വ്യക്തിയിലേക്ക് എനർജി പാസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ വ്യക്തി എന്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും? ഹിപ്നോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഇച്ഛാശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പദ്ധതികൾ നമ്മൾ എപ്പോഴും സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്. കാരണം നമ്മൾ ഭഗവത്ഗീതയിലെ 5-ാമത്തെ അധ്യായം എടുത്താൽ ധ്യാനയോഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 6-ാമത്തെ അധ്യായം ധ്യാനയോഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഭഗവാൻ കൃഷ്ണൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ പ്രക്രിയ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുക എന്ന് ചോദിച്ചാൽ
ഇച്ഛാശക്തി എന്തുകൊണ്ടാണ് തളർന്നു പോയത്? നേരത്തെ ഒരു ഫുഡ് കൊണ്ടുവച്ചപ്പോൾ നമ്മളെക്കാൾ ഇച്ഛാശക്തി കൂടിയാൾ വന്നപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഇച്ഛാശക്തി താഴ്ന്നു പോയത്? എന്തുകൊണ്ടാ? നമുക്ക് അത്ര ആളുടെ അത്ര ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ട്. അതിന്റെ കാരണം നമ്മുടെ ഇമാജിനേഷനാണ്. ഇമാജിനേഷനാണ് എപ്പോഴും റിയാലിറ്റിയേക്കാൾ പവർഫുൾ ആയിട്ടുള്ളത്. അത് മനസ്സിലാക്കേണ്ടോന്ന് അറിയില്ല. റിയാലിറ്റിയേക്കാൾ എത്രയോ മടങ്ങ് പവർഫുൾ ആണ് നമ്മുടെ ഇമാജിനേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളിപ്പോൾ ഇവിടെ ഒരു വലിയൊരു പലക കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടുകയാണ്. ഒരു ഏകദേശം ഒരു 10 മീറ്റർ വലിപ്പത്തിലുള്ളത്. അതിന്റെ മുകളിൽ കൂടി കയറി നടക്കാൻ പറഞ്ഞാൽ നമ്മൾ നടക്കും, ഇല്ലേ? ഇതേ പലക എടുത്തിട്ട് ഒരു 100 അടി ഉയരത്തിൽ 2 മരത്തിന് മുകളിൽ കെട്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടി നടക്കാൻ പറഞ്ഞാലോ? കുറച്ച് പേടിക്കും. എന്തുകൊണ്ടാ? ആക്ച്വലി ഇവിടെ ചെയ്ത പണി അവിടെയും ചെയ്യാൻ പറ്റണം, ഇല്ലേ? താഴെ വീഴുന്നുള്ള പേടി എന്താണ്? യഥാർത്ഥത്തിൽ ഭാവനയാണ്, ഇമാജിനേഷനാണ്. സ്വർണം, ഇല്ലേ? ജ്യോതിഷ പണ്ഡിതനും സ്പിരിച്വൽ ട്രെയിനറുമായ ഡോക്ടർ തുഷാറിനെ ജ്യോതിഷ സംബന്ധമായും ആത്മീയപരമായുമുള്ള പ്രശ്ന പരിഹാരങ്ങൾക്കായി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുവാൻ ഒരു ഹായ് അയയ്ക്കുക. ഡോക്ടർ തുഷാറിനെ ABC ജ്യോതിഷത്തിലൂടെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.